المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇഖ്വാനിസം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം സംസാരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി ചില ആമുഖങ്ങൾ ആവശ്യമാണ്. ഒന്നാമതായി, എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടാകും. ആളുകളുടെ ഇടയിൽ ഹക്കിൻ്റെ ആളുകൾ ആരാണ്, ബാത്തുലിൻ്റെ ആളുകൾ ആരാണ്, എന്താണ് അവരുടെ സവിശേഷത എന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുക എന്നത് അത് പരിശുദ്ധ ഖുർആനിൻ്റെ രീതിയാണ് എന്നുള്ളതിനാലാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയോട് നിരന്തരം പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നിർബന്ധമായും ഐച്ഛികമായുമെല്ലാം നിരന്തരം പാരായണം ചെയ്യുന്നതാണ്. അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗം മനുഷ്യരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഒന്ന്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വിധേയരായ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ്. അംബിയാക്കളും സുദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാണ് എന്ന് വേറെ ചില ഇടങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ കോപത്തിനിരയായ ആളുകളാണ്. മുഫസ്സിരീങ്ങൾ അഖിലവും അത് പ്രഥമമായി ജൂതന്മാരും പിന്നീട് അവരുടെ സ്വഭാവ ഗുണങ്ങളുള്ള മറ്റുള്ള ആളുകളും അതിൽപ്പെടും എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മൂന്നാമതായി പറയുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്ന ദ്വാല്യങ്ങളായ ആളുകളാണ്. അവിടെയും മുഫസ്സിറുകളുടെ വ്യാഖ്യാനം പ്രഥമമായി ഉദ്ദേശിക്കപ്പെടുന്നത് നസാറാക്കളാണ്. അതേപോലെ തന്നെ അവരുടെ സവിശേഷതകളുള്ള മറ്റുള്ള ആളുകളുമാണ്. ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ പ്രത്യേകത ഉലമാക്കൾ പറയുന്നുണ്ട്. അവർ ഇൽമുള്ളവരാണ്, ആ ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം അവർ ഇൽമുണ്ടായിരുന്നു, പക്ഷേ അതിനനുസൃതമായി പ്രവർത്തിക്കാത്തവരാണ്. ജൂതന്മാരങ്ങനെയായിരുന്നു. കാര്യങ്ങൾ അവർക്ക് ബോധ്യമുണ്ട്, പക്ഷേ അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താത്തവരുമായിരുന്നു.
മൂന്നാമതൊരു വിഭാഗം അവർ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയില്ല ഇബാദാത്തുകൾ അർപ്പിക്കുക, ധാരാളം ഇബാദാത്തുകൾ ചെയ്യും, പക്ഷേ വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുകയില്ല. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം. ഇങ്ങനെ 3 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ജൂതന്മാരുടെ പ്രധാനപ്പെട്ട സവിശേഷതകളെല്ലാം തന്നെ സൂറത്തുൽ ബഖറയിൽ വിശദീകരിച്ചു. ശേഷം വരുന്ന സൂറത്തു ആലു ഇമ്രാനിൽ നസാറാക്കളുടെ സവിശേഷതകൾ അഖിലവും പ്രധാനപ്പെട്ട സവിശേഷങ്ങളൊക്കെ എന്ത് ചെയ്തു സൂറത്തു ആലു ഇമ്രാനിലും പഠിപ്പിച്ചു. ഇത് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇന്നതാണ് ഹക്കിൻ്റെ ആളുകളുടെ സ്വഭാവങ്ങൾ, ഇന്നത് ബാത്തുലിൻ്റെ ആളുകളുടെ സവിശേഷതകളാണ്, അവരുടെ സ്വഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലും ഇതേ രീതി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം മുത്തഖീങ്ങളെ കുറിച്ചും അവരുടെ സവിശേഷതയും പറയുന്നു, പിന്നീട് കുഫാറുകളെ സംബന്ധിച്ച് പറയുന്നു, അതിനുശേഷം മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അപ്പോൾ ജനങ്ങളെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ച് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് അഹ്ലുൽ ഹഖ്, എന്താണ് അഹ്ലുൽ ബാത്തുല്, അവരുടെ സവിശേഷതകൾ എന്താണ്. ഖുർആനിൻ്റെ ആകത്തുക പ്രധാനപ്പെട്ട വിശദീകരണവും ഇതേപോലുള്ള കാര്യങ്ങളാണ്. ആദം അലൈഹിസ്സലാം മുതൽ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ, അപ്പോഴാണ് റിസാലത്ത് ആരംഭിക്കുക. അവിടെ മുതൽ ഇങ്ങോട്ട് ആരെല്ലാമായിരുന്നു അഹ്ലുൽ ഹഖ്, അവരുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്. അഹ്ലുൽ ബാത്തുൽ ആരാണ്, അവർക്ക് പറ്റിയിരിക്കുന്ന അബദ്ധങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ പരിണിതി എന്തായിരുന്നു, വിശ്വാസികളുടെ വിജയം എങ്ങനെയായിരുന്നു. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ രീതിയാണ് ഹക്കിൻ്റെ സവിശേഷതകൾ, അഹ്ലുൽ ഹക്കിൻ്റെ സവിശേഷതകൾ പഠിപ്പിക്കുക. അതേപോലെ തന്നെ അഹ്ലുൽ ബാത്തുൽ ആരാണ് എന്ന് വേർതിരിച്ചു കൊടുക്കുക എന്നുള്ള ഖുർആനിൻ്റെ ശൈലിയാണ്. പരിശുദ്ധ ഹദീസും ഇത് തന്നെ നമുക്ക് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ആയത്തുൽ മുനാഫിഖ് സലാസുൻ, മുനാഫിക്കുകളുടെ അടയാളങ്ങൾ 3 എന്ന് പറഞ്ഞിട്ട് മുനാഫിഖീങ്ങൾ അവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഹദീസ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർരി, സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ഖൈറുണ്ടായിരുന്നു, ശേഷം തിന്മ വരും, അതിനുശേഷം വീണ്ടും ഖൈറ് വരും, ആ ഖൈറിൽ ചെറിയ ചെറിയ പുഴുക്കുത്തുകളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അതിനുശേഷം വീണ്ടും ഖൈറുണ്ടാകുമോ അല്ലെങ്കിൽ ഷർ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നഅം, ഉണ്ടാകും. ദുആത്തുൻ അലാ അബ്വാബി ജഹന്നം, ചില പ്രബോധകരുണ്ടാകും, ജഹന്നമിൻ്റെ നരകത്തിൻ്റെ വാതിൽക്കലാണ് അവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. മൻ അജാബഹും ഇലൈഹ ഖദഫൂഹു ബിഹാ, അവർക്ക് ഉത്തരം നൽകിയാൽ ആ നരകത്തിലേക്ക് അവരെന്ത് ചെയ്യും, വലിച്ചെറിയും. അപ്പോൾ അവർ ഹക്കിലേക്കാണെന്നുള്ള നിലയിൽ പ്രബോധനം നടത്തുന്ന ചില പ്രബോധകരുണ്ടാകും, പക്ഷേ അവർ നിലയുറപ്പിച്ചിരിക്കുന്നത് എവിടെയായിരിക്കും? ജഹന്നമിൻ്റെ വാതിൽക്കലായിരിക്കും. അവർക്ക് ഉത്തരം നൽകിയാൽ എന്ത് ചെയ്യും? നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ഉസ്ഫുഹും ലനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ അഹ്ലുൽ ബാത്തുൽ ആരാണെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണം. അവരെക്കുറിച്ച് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും, അവരുടെ ഇടയിൽ കുഴപ്പങ്ങളുണ്ടാകും. എന്തിനാണ് അങ്ങനെ ഭിന്നിപ്പിക്കുന്നത് എന്നല്ല, അഹ്ലുൽ ഹക്കാരാണ് അഹ്ലുൽ ബാത്തുലാരാണ് എന്ന് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, നഅം ഖൗമുൻ മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസനതിനാ, അവർ നമ്മുടെ ഇടയിൽപ്പെട്ട ആളുകളാണ്, നമ്മുടെ മില്ലത്തിൽപ്പെട്ട ആളുകളായിരിക്കും അവർ, നമ്മുടെ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും അവർ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമാ തറാ ഇൻ അദ്റകനി ദാലിക്, അങ്ങനെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ വ്യാപകമാകുന്ന, ശുബ്ഹാത്തുകൾ സമൂഹത്തിൽ വ്യാപകമാകുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൽസമു ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമഹും, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെയും അവരുടെ ഭരണാധികാരിയെയും നിങ്ങൾ മുറുകെ പിടിക്കുക, അവരുടെ കൂടെ നിങ്ങൾ നിലയുറപ്പിക്കുക. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഫഇല്ലം യകുൻ ലഹും ജമാഅത്തുൻ വലാ ഇമാം, അവർക്ക് അങ്ങനെ ഒരു ജമാഅത്തില്ല, അങ്ങനെ ഒരു ഭരണാധികാരിയില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഫഅതസിൽ തിൽകൽ ഫറഖ കുല്ലഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ വ്യത്യസ്ത കക്ഷികളായിരിക്കുന്ന ആ കക്ഷികളെല്ലാം എന്ത് ചെയ്തേക്കുക, വിട്ടേക്കുക, അവരിൽ നിന്ന് മാറി നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ
അഹ്ലുൽ ബാത്തിലിന്റെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിനാലാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഈ പാത സ്വീകരിച്ചുകൊണ്ടാണ് നാം ഈ വിഷയം സംസാരിക്കുന്നത്. എന്താണ് അഹ്ലുൽ ഹഖ്, അവരുടെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാൻ, അഹ്ലുൽ ബാത്തിനെ സംബന്ധിച്ച് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആമുഖം, അഹ്ലുൽ ഹഖ് ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ഹക്കിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ ഒരൊറ്റ കക്ഷി ഉണ്ടാവുകയുള്ളൂ, ഒരൊറ്റ വിഭാഗമേ ഉണ്ടാവുകയുള്ളൂ, രണ്ടാമതൊന്നും ഉണ്ടാവുകയില്ല. ഇതെല്ലാവരും മനസ്സിൽ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു വഴി അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനില്ല, ഒന്നേ ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇവിടെ ഉദ്ദേശിച്ചത് മുഅ്മിനീങ്ങളുടെ ഇടയിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അഭിപ്രായ ഭിന്നതയിലാകാൻ പറ്റുന്ന ചില മസായിലുകളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. അതിലുള്ള അഭിപ്രായ ഭിന്നതയെ കുറിച്ചല്ല പറയുന്നത്. അഹ്ലു സുന്നയുടെ ഉസൂലുകൾ, അടിസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നിപ്പിച്ചു പോയിരിക്കുന്ന ആളുകൾ, അവർ അഹ്ലുൽ ഹഖാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള അഹ്ലുൽ ഹഖിലുള്ള ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ, ജൂതന്മാർ 71 വിഭാഗമായി വേർതിരിഞ്ഞു. വഫ്തറഖത്തിൻ നസ്വാറ അലാ 72 ഫിർഖ, നസ്വാറാക്കൾ 72 ആയിട്ട് വേർതിരിഞ്ഞു. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ, ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് വേർതിരിയും. കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, അവരെല്ലാവരും തന്നെ നരകത്തിലേക്ക് പോകും, ഒന്നൊഴികെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അഹ്ലുൽ ഹഖ് ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോ സഹാബികൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് സ്വർഗത്തിന്റെ കക്ഷികളായ വിഭാഗമാരായിരിക്കും? അവിടുന്ന് പറഞ്ഞു, മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വസ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊന്നിലാണ് നിലകൊള്ളുന്നത്, അവര് നിലകൊള്ളുന്നത് പോലുള്ള ഒന്നിൽ നിലകൊള്ളുന്നവരാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. അവരാണ് വിജയിച്ച കക്ഷികൾ, അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിജയിച്ച കക്ഷി അഹ്ലുസ് സുന്ന അല്ലെങ്കിൽ ത്വായിഫത്തുൽ മൻസൂറ എന്ന് പറയുന്ന ഈ വിഭാഗം, അവർക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട്. അവരുടെ ഉസൂൽ ഏറ്റവും പ്രധാനമായും 3 കാര്യങ്ങളിലാണ്. ഒന്നാമതായി, അവർ പരിശുദ്ധ ഖുർആനിൽ നിന്നായിരിക്കും, പരിശുദ്ധ ഖുർആനിനെയായിരിക്കും അവർ അവരുടെ ആധാരമായി സ്വീകരിക്കുക. രണ്ടാമതായി, സ്വഹീഹായ ഹദീസുകളായിരിക്കും അവരുടെ മുന്നിൽ അവർ വെളിച്ചമായി സ്വീകരിക്കുക. പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സലഫുകളുടെ സ്വഹാബികളും താബിഉകളും തബഉ താബിഈങ്ങളും അവരെങ്ങനെ അതിനെ മനസ്സിലാക്കിയോ അവരുടെ ഫഹ്മായിരിക്കും ദീനിനെ മനസ്സിലാക്കുന്നിടത്ത് അവർ പിന്തുടരുന്ന മാർഗം അതായിരിക്കും. അതാണ് അവരുടെ അസുല്. ഇതാണ് അഹ്ലുൽ ഹഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഖുർആനും സുന്നത്തും എങ്ങനെയാണോ അതിൻ്റെ ആദ്യ അഭിസംബോധിതരായ സ്വഹാബികളും താബിഉകളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന നല്ലവരായ സലഫു സ്വാലിഹീങ്ങൾ അതിനെങ്ങനെ മനസ്സിലാക്കിയോ, വ്യത്യസ്ത കക്ഷികൾ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വീകരിച്ചവരുണ്ട്. ഖുർആനിനെയും സുന്നത്തിനെയും ഏതെങ്കിലും ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ അതിന്റെ പിന്നാലെ പോയവരുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ബുദ്ധി അനുസരിച്ച് അതിന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അഹ്ലു സുന്നയുടെ സവിശേഷത, അവർ ഖുർആനിനെയും സുന്നത്തിനെയും സ്വഹാബത്ത് എന്ന് പറഞ്ഞുവോ, മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെ പരിചയപ്പെടുത്തിയോ അവരുടെ ഫഹം എന്താണോ അതനുസരിച്ച് അവരെന്ത് ചെയ്യുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. ഇതാണ് അവരുടെ അടിസ്ഥാനം. ഈ ഒരു ആമുഖത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന 1928 രൂപം കൊണ്ടിരിക്കുന്ന ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ രൂപം പ്രാപിച്ചിരിക്കുന്ന കക്ഷി, ഇത് അഹ്ലുസുന്നയാണെന്ന് പറയാൻ യാതൊരു നിവൃത്തിയുമില്ല. അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അവർ അഹ്ലുസുന്നയുടെ ഏറ്റവും അടിസ്ഥാന ഉസൂലായ ഐക്യപ്പെടണം എന്നുള്ള അസുലിനെ ഭേദിച്ചുകൊണ്ട് മുസ്ലിം ഭരണാധികാരികളുള്ള നാടുകളിൽ മറ്റൊരു ബൈഅത്ത് സ്വീകരിച്ചുകൊണ്ട് നേതാവിനെ പ്രഖ്യാപിക്കുകയും അവരിൽ ബൈഅത്ത് ചെയ്തുകൊണ്ട് രൂപം കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവിടെ അഹ്ലുസുന്നയുടെ ഉസൂലുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അഹ്ലുസുന്നയുടെ ഉസൂല് അവർ
ബന്ധം സ്ഥാപിക്കുകയും ബന്ധം വിച്ഛേദിക്കുകയും എല്ലാം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഖുർആനും സുന്നത്തും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതനുസരിച്ച് മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. എന്നാൽ ഈ അസുലിൽ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യസ്തമായിട്ടുണ്ട്. ഇവർ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അവരുടെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് വ്യാഖ്യാനിച്ച് തൗഹീദിനും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പല ടേമുകൾക്കും അവരുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി ഒരു ആശയം കൊണ്ടുവന്നു. എന്നിട്ട് ആ ആശയത്തിനോട് ആരെല്ലാം യോജിക്കുന്നുവോ അവരോട് ഞങ്ങൾക്ക് മഹബത്തുണ്ടാകും, സ്നേഹമുണ്ടാകും. അതിനോട് ആര് എതിർപ്പ് കാണിക്കുന്നുവോ അവർ ഞങ്ങളിൽപ്പെട്ടവരല്ല, അവരോട് ഞങ്ങൾക്ക് ശത്രുതയുണ്ട്. ഇതാണ് അവരുടെ അടിസ്ഥാനം. ഇത് വെറുതെ പറയുന്നതല്ല. സ്ഥാപക നേതാവായ ഹസനുൽ ബന്ന തന്നെ പറയുന്നത് കാണാം, മൗഖിഫുന മിനദ് ദഅവാതിൽ മുഖ്തലിഫ. വ്യത്യസ്തങ്ങളായ ദഅവത്തുകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, അവരോടുള്ള നമ്മുടെ നിലപാട് എന്താണ്? അന്നസിനഹ ബിമീസാനി ദഅവതിന. അതിനെ ഞങ്ങൾ അളന്നു തൂക്കും. എങ്ങനെയാണ്? നമ്മുടെ ദഅവത്തുമായിട്ട് അതിനെ അളന്നു തൂക്കും. നമ്മുടെ ദഅവത്തിനോട് അവരെങ്ങനെയാണ് അവരുടെ നിലപാട്? ഫമാ വാഫഖഹ ഫമർഹബൻ. അതിനോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ എങ്കിൽ സ്വാഗതം, എങ്കിൽ അവരെ എന്ത് ചെയ്യും? കൂട്ടിപ്പിടിക്കും. അവർ ഞങ്ങളുടെ ആളുകളാണ്. വമാ ഖാലഫഹ ഫനഹ്നു ബുറആഉ മിൻ. ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ദഅവത്തുണ്ടല്ലോ, അതിനോട് ആരാണോ വിയോജിക്കുന്നത്, എതിര് കാണിക്കുന്നത്, ഞങ്ങൾ അവരിൽ നിന്ന് ബന്ധവിച്ഛേദനം നടത്തും. അവരുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വനഹ്നു മുഅ്മിനൂന ബിഅന്ന ദഅവതനാ ആമ്മത്തുൻ മുഹീത. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ ഈ ദഅവത്താണ് സമഗ്രമായ ഒരു ദഅവത്ത്. ലാ തുഗാദിറു ജുസ്അൻ സ്വാലിഹൻ മിൻ അയ്യത്തി ദഅവത്തിൻ. ഏതൊരു ദഅവത്തിലെയും സ്വാലിഹായ കൊള്ളാവുന്ന ഒന്നിനെയും അത് ഉപേക്ഷിച്ചിട്ടില്ല. ഇല്ല അല്ലമത് ബിഹി വഅശാറത് ഇലൈഹി. അതിനെ അറിയുകയും തിരിച്ചറിയുകയും അതിലേക്ക് സൂചന നൽകുകയും ചെയ്തിട്ടല്ലാതെ. അപ്പൊ ഞങ്ങളുടെ ദഅവത്ത് ഏതാണോ അതിലേക്ക് ആണ് മറ്റുള്ള ആളുകളുടെ ദഅവത്തിനെ ഞങ്ങൾ എന്ത് ചെയ്യുക? യോജിപ്പിച്ചു നോക്കുക. അവർ ഖുർആനും സുന്നത്തുമായിട്ട് യോജിക്കുന്നുണ്ടോ? അവരുടെ ദഅവത്ത് സലഫു സ്വാലിഹീങ്ങളുടെ മനഹജുമായിട്ടാണോ യോജിക്കുന്നത് എന്നല്ല ഞങ്ങൾ നോക്കുക. ഞങ്ങളുടെ ദഅവത്തുമായിട്ട് അവരുടെ ബന്ധം എന്താണ്? ഞങ്ങളോട് അവർ യോജിക്കുന്നുണ്ടോ എങ്കിൽ മർഹബൻ, നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളുടെ ദഅവത്തിനോട് അവർക്ക് വിയോജിപ്പാണോ എങ്കിൽ അവരുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഹസനുൽ ബന്ന പറയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഖായിദ സ്ഥാപിക്കുകയാണ്. ഹുനാക ഖായിദത്തുൻ ആമ്മ. ഇവിടെ പൊതുവായൊരു തത്വമുണ്ട്. എന്താണത്? യജിബു മുറാഅതുഹ. അതിനെ പരിഗണിക്കൽ നിർബന്ധമാണ്. ഹിയ അന്നനാ അസ്ഹാബു ദഅവത്തിൻ തൗജി നുവജ്ജിഹുഹാ ലിന്നാസ്. ഞങ്ങൾ ദഅവത്ത് ചെയ്യുന്ന ആളുകളാണ്. ജനങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ദഅവത്തിനെ സമർപ്പിക്കുകയാണ്. ലിന്നാസി ജമീഅൻ, മുഴുവൻ ജനങ്ങളിലേക്കും. അതുകൊണ്ട് ഫമൻസിലതുനാ മിനന്നാസി, ജനങ്ങളുമായി നോക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനം എന്താണ്? മൻസിലത്തു ദാഇയത്തി മിനൽ മദ്ഉവീൻ. പ്രബോധകന്മാരുടെ സ്ഥാനം എന്താണോ അതാണ് ഞങ്ങളുടെ സ്ഥാനം. വമൻസിലത്തുൻ നാസി മിന്നാ മൻസിലത്തുൽ മദ്ഉവീന മിനദ് ദാഇ. ജനങ്ങളുടെ സ്ഥാനം എന്താണ്? ദാഇമാരുമായിട്ട് പ്രബോധകന്മാരുമായിട്ട് പ്രബോധിതരുടെ സ്ഥാനം എന്താണോ അതാണ് ജനങ്ങളുടെ മുഴുവനും സ്ഥാനം. ദാലിക യശ്മലുഹും ജമീഅൻ. അത് എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തുന്നുണ്ട്. അഫ്റാദൻ വജമാഅത്തിൻ വഹൈഅത്തിൻ. വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളാണെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ ഹൈഅത്തുകളാണെങ്കിലും ആരാണെങ്കിലും. വനഹ്നു നഅതഖിദു അന്നൽ ജഹറ ബിഹാദിഹി ദഅവതി വതൗജീഹഹാ ലിന്നാസ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ ദഅവത്തിനെ പരസ്യമായി പ്രഖ്യാപിക്കുക എന്നുള്ളത്, ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഫരീദത്തുൻ അലൈന, ഞങ്ങളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. വഅന്ന ഹിമായതഹാ വൽറൗദ അൻഹാ ഫരീദത്തുൻ കദാലിക്. അതിനെ സംരക്ഷിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതും ഞങ്ങളുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഫൽ ബദ്ഹിയു, മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം, അന്ന മൗഖിഫനൽ ആം മിൻ കുല്ലി നാസി ഹൈആത്തിൻ വഅഫ്റാദിൻ. ഞങ്ങളുടെ നിലപാട് എന്താണ്? അത് വ്യക്തികളോടാകട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകളോടാകട്ടെ, ഞങ്ങളുടെ നിലപാട് അൻവാലി വനുഹിബ്ബ മൻ വാലഹ. ഞങ്ങളുടെ ഈ ദഅവത്തിനോട് ആരാണോ ചേർന്ന് നിൽക്കുന്നത് അവരുമായി ഞങ്ങൾ കൂട്ടുകൂടും, അവരെ ഞങ്ങൾ സ്നേഹിക്കും.
വഅഹബ്ബഹ വസഅദഹ, ഞങ്ങളുടെ ദഅവത്തിനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം അവർ, ഞങ്ങളുടെ ദഅവത്തിനെ സഹായിക്കുന്ന ആളുകളായിരിക്കണം അവർ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവരുമായിട്ട് എന്ത് ചെയ്യും? കൂട്ടുകൂടും, അവരുമായിട്ട് ഞങ്ങൾ സ്നേഹബന്ധത്തിൽ ഏർപ്പെടും. എന്നാൽ ഞങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കും, ശത്രുത പ്രകടിപ്പിക്കും. ഞങ്ങളുടെ ഈ ദഅവത്തിനോട് ആരാണോ ശത്രുത വയ്ക്കുന്നവർ, ഞങ്ങളുടെ ഈ ദഅവത്തിന്റെ മുന്നിൽ തടസ്സമായി വരുന്നവർ ആരാണോ, അവരോട് ഞങ്ങൾ ശത്രുത പ്രഖ്യാപിക്കും, അവരോട് ഞങ്ങൾ എന്ത് ചെയ്യും? വെറുപ്പ് പ്രകടിപ്പിക്കും. ഇതാണ് ഞങ്ങളുടെ തത്വം, ഇതൊരു ഖായിദയാണ് എന്ന് ഹസനുൽ ബന്ന എന്ത് ചെയ്യുന്നുണ്ട്? പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ അഹ്ലുസുന്നയുടെ ഉസൂലിന് നേരെ വിപരീതമാണ്. അഹ്ലുസുന്ന ഒരു സംഘവുമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കുകയും വിച്ഛേദിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അവർ ഖുർആനിനോടും സുന്നത്തിനോടും സലഫു സ്വാലിഹീങ്ങളോടും എങ്ങനെയാണ് അവരുടെ നിലപാട്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ ഇവർ പറയുന്നു, ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ ദഅവത്ത് അതിനോട് ആര് കൂടുന്നു, യോജിക്കുന്നുവോ അവരുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടാകും, അതല്ല എങ്കിൽ അവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ഇത് അഹ്ലുസുന്നയുടെ ഉസൂലിന് നേരെ വിപരീതമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. അംബിയ മുസ്ലിങ്ങൾ അഖിലവും അവരുടെ ദഅവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദുവായി സ്വീകരിച്ചത് തൗഹീദിനെയായിരുന്നു. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ദഅവത്തിനെ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഈ ദഅവത്തിനെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്ന കാര്യത്തിൽ ഇവർ വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നിലോട്ട് പോയിട്ടുണ്ട്. മാത്രമല്ല വലിയ അബദ്ധങ്ങൾ അവർക്ക് ഈ വിഷയത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ചത് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഖുർആൻ പറയുന്നത് കാണാം, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർദി മിത്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുൻ. 7 ആകാശങ്ങൾ സൃഷ്ടിച്ചവനാണവൻ, അതേപോലെ ഭൂമിയെയും. അവകളുടെ ഇടയിൽ അള്ളാഹുവിന്റെ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, എന്തിനാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത്, 7 ഭൂമികളെ സൃഷ്ടിച്ചത്? അള്ളാഹുവിന്റെ വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. നിങ്ങൾ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ, അവന്റെ അസ്മാഅകളെ, അവന്റെ സിഫാത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തൗഹീദുൽ ഇൽമി എന്നാണ് ഉലമാക്കൾ പറയുക. അതിൽ തൗഹീദുൽ റുബൂബിയ്യ വരും, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് വരും. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനാണ്, അവനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. വീണ്ടും കാണാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്ന് വർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യ ജിന്ന് വർഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാ തൗഹീദുൽ അമലി എന്ന് പറയും. ഈ 2 വിഭാഗത്തിലും ഇഖ്വാനുൽ മുസ്ലിമൂൻ അതിന്റെ നേതൃത്വത്തിനടക്കം, സ്ഥാപക നേതാവിനടക്കം, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സകല നേതാക്കന്മാരിലും വലിയ രീതിയിലുള്ള വ്യതിചലനങ്ങൾ കാണാൻ സാധിക്കും. തൗഹീദിൽ തന്നെ അതിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ, അതിനെ പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിൽ അബദ്ധങ്ങൾ സംഭവിച്ചു. ഹസനുൽ ബന്ന പറയുന്നത് കാണാം, ഇന്നന്നാസ ഇൻഖസമു ഫി സിഫാതി അലാ 4 ഫിറഖി. അള്ളാഹുവിന്റെ സിഫാത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ 4 വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഏകത്വത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടുണ്ട് ജനങ്ങൾ. എന്നിട്ട് മുഷബ്ബിയാക്കളെ കുറിച്ച് പറഞ്ഞു, മുഅത്വിലകളെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളുടെ സിഫാത്തിനോട് താരതമ്യം ചെയ്യുന്ന അതേപോലെയാണെന്ന് പറയുന്ന ആളുകളെ കുറിച്ച് അതിനുശേഷം പറയുകയാണ്. എന്നിട്ട് മദ്ഹബു സലഫ് എന്താണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വഅമ്മ സലഫു റിദ്വാനുല്ലാഹി അലൈഹിം ഫഖാലു. സലഫുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത്, നുഅ്മിനു ബിഹാദിഹിൽ ആയാതി വൽ അഹാദീഥി കമാ വറദത്. അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആയാത്തുകളും ഹദീസുകളും അതിന് അതേ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. വനത്രുകുൽ മഖ്സൂദ മിൻഹാ ലില്ലാഹി തബാറക വതആല.
എന്നാൽ അതിന്റെ മഖ്സൂദ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല. അതിന്റെ മഖ്സൂദിനെ, അതിന്റെ ആശയത്തെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് വിട്ടിരിക്കുകയാണ്. ഫഹും യുസ്ബിതൂന അൽ യദ വൽ ഐന വൽ അഅയുന വൽ ഇസ്തിവാഅ വൽ ളഹക വത്തഅജ്ജുബ്. അവർ അള്ളാഹുവിന്റെ യദ്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഐന്, അള്ളാഹുവിന്റെ ഇസ്തിവാ, അള്ളാഹുവിന്റെ ലഹക്ക് ചിരി, അള്ളാഹു ആശ്ചര്യപ്പെടും, ഇങ്ങനെയുള്ള സിഫാത്തുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിരപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വകുല്ലു ദാലിക ബിമആനി ലാ നുദ്രികുഹ, അവകളുടെ ഒന്നും അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. വനതുറുകു ലില്ലാഹി തആല ലിഹാദത ബിഇൽമിഹ, അതിന്റെ ഇൽമ അറിയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, അതെന്താണെന്ന് അറിയുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് എന്ത് ചെയ്തിരിക്കുന്നു? അഹ്ലുസുന്നയുടെ ഈ വിഷയത്തിലുള്ള അഖീദക്ക് നേരെ വിപരീതമായ ഒരു ആശയമാണ് സുഫാത്തുകളുടെ കാര്യത്തിൽ ഹസൻ ബന്ന സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തഫ്വീദ് എന്നാണ് പറയുക. അതായത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യക്തമായ അറബി ഭാഷയിലാണ്, യാതൊരുവിധ കെട്ടിക്കൊടുക്കുകളുമില്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് വ്യക്തമായ ഭാഷയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ലഅല്ലകും തഅഖലൂൻ, അറബി ഭാഷയിൽ അവതരിപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആർക്കും തദബ്ബുർ ചെയ്യാൻ പറ്റുമോ? മനസ്സിലാക്കാൻ സാധിക്കുമോ? അപ്പൊ ഇങ്ങനെ അറബി ഭാഷയിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അതിന്റെ മാനകൾ അത് ഞങ്ങൾക്കറിയില്ല. അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സലഫുകളുടെ രീതിയല്ല. എന്താണോ അതിന്റെ അർത്ഥം അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അള്ളാഹുവിന് എതുണ്ട്, അത് എതുണ്ട്. എന്നാൽ അതിന്റെ കൈഫിയത്ത് എന്താണ് എന്നുള്ളത് അത് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യമല്ല. അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഏത് അള്ളാഹുവിനുണ്ട്. ആ ഏത് എന്നുള്ളതിന്റെ മാന നമുക്ക് വ്യക്തമായിരിക്കുന്ന കാര്യമാണ്. അത് ആ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്ന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാം. ഈ പറഞ്ഞിരിക്കുന്ന ആശയം തഫ്വീദ് എന്ന് പറയുന്ന ഈ ആശയം, ഇന്ന തഫ്വീദ ശർറു അഖ്വാലി അഹ്ലിൽ ബിദ്അ വൽ ഇൽഹാദ്, ബിദ്അത്തുകാരുടെ അവരുടെ അഖ്വാലുകളിൽ, അഭിപ്രായങ്ങളിൽ ഏറ്റവും ഷർറായ ഒരഭിപ്രായമാണ് ഈ തഫ്വീദ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി ഈ അഭിപ്രായത്തെ കുറിച്ച് പറയുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള വീക്ഷണം. സഈദുൽ ഹവ്വ എന്ന് പറയുന്ന ഇഖ്വാനിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നേതാവ് പറയുകയാണ്, ഇന്നലിൽ മുസ്ലിമീന ഖിലാലൽ ഉസൂരി അഇമ്മത്തുഹും ഫിൽ ഇഅ്തിഖാദ്, മുസ്ലിമീങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ അഇമ്മത്തുകൾ ഉണ്ടായിരുന്നു, ഫിഖ്ഹിന്റെ കാര്യങ്ങളിൽ അവർക്ക് അഇമ്മത്തുകൾ ഉണ്ടായിരുന്നു, തസവൂഫിന്റെയും സുലൂക്കിന്റെയും കാര്യത്തിൽ അവർ അഇമ്മത്തുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അഖീദയുടെ അഇമ്മത്തായിട്ട് അവർ പരിചയപ്പെടുത്തി നോക്കിക്കോ, ഫഅഇമ്മത്തുഹും ഫിൽ ഇഅ്തിഖാദി അബുൽ ഹസൻ അൽ അശ്അരി വ അബി മൻസൂർ അൽ മാതുരിദി, അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്ന അശ്അരി അഖീദയെയും അതേപോലെ തന്നെ മാതുരിദി അഖീദയെയുമാണ്, അവരെയാണ് അഖീദയുടെ കാര്യത്തിൽ മുഅ്മിനീങ്ങളുടെ അഇമ്മത്തുകളായിട്ട് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? അസ്മാഉ സിഫാത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ വ്യതിചലിച്ചു പോയിരിക്കുന്ന ആളുകളാണ്. അവരെയാണ് അഇമ്മത്തുകളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? എണ്ണിയിരിക്കുന്നത്. അതേപോലെ തന്നെ അബ്ദുൽ ഫത്താഹ് അബൂ ഗദ്ദ സിറിയയിലെ ഇഖ്വാനികളുടെ തലപ്പത്തിരുന്നയാളാണ്. അദ്ദേഹം സാഹിദുൽ കൗസരി എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ ആശയങ്ങളെ അതിശക്തമായി എതിർക്കുകയും, എത്രത്തോളം എന്നാൽ സിഫാത്തുകളുടെ കാര്യത്തിൽ അഹ്ലുസുന്നയുടെ ഭാഗത്ത് നിന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് വളരെ വിശിഷ്ടമായ ഗ്രന്ഥമാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ കാര്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് സാഹിദുൽ കൗസരി പറഞ്ഞത് ഇത് കിതാബു ഷിർക്കാണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, തൗഹീദിനെ സംരക്ഷിക്കാൻ, സുന്നത്തിനെ സംരക്ഷിക്കാൻ ജീവിതകാലം മുഴുവനും പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയ ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇൻകാന ഇബ്നു തൈമിയ്യ ഷെയ്ഖുൽ ഇസ്ലാം ഫഅലൽ ഇസ്ലാമി അസ്സലാം. ഇബ്നു തൈമിയ്യ ഷെയ്ഖുൽ ഇസ്ലാം ആണെങ്കിൽ ആ ഇസ്ലാമുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സാഹിദുൽ കൗസരിയെ ഇഖ്വാനികളുടെ നേതാവ് പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയുമോ? ഉസ്താദുൽ മുഹഖ്ഖീൻ എന്നാണ്. അൽ ഹുജ്ജ എന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അൽ മുഹദ്ദിസുൽ ഉസൂലി, അൽ മുതകല്ലിം, അൽ മുഅർരിഖുൽ ഇമാം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. പിന്തുടരപ്പെടാൻ യോഗ്യനായ, മാതൃകായോഗ്യനായ ഇമാം എന്നാണ്
ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത് ഇഖ്വാനിന്റെ നേതാവ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എത്രത്തോളം തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ വ്യതിചലിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തൗഹീദുൽ അമലി, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം എന്നുള്ള ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അല്ലെങ്കിൽ അവരുടെ സവിശേഷത അവർ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ്. അമ്പിയാക്കളകിലവും ചെയ്തിരുന്നതാണ് തൗഹീദിലേക്കാണ്. അമ്പിയാക്കളകിൽ ഏത് സമൂഹത്തിലേക്ക് അമ്പിയാക്കന്മാരെ നിയോഗിച്ചാലും ആ സമൂഹത്തിൽ ഏതേത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏത് പ്രശ്നങ്ങളാകട്ടെ ഒന്നാമതായിട്ട് അവരോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. ഇബാദത്ത് നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ. എങ്കിലും നിങ്ങളുടെ ഏത് പ്രശ്നവും ചെയ്യും, നിങ്ങളുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ, ഏത് പ്രശ്നങ്ങളാകട്ടെ, അതിന് യഥാർത്ഥ പരിഹാരം യഥാവിധം ഇബാദത്ത് അള്ളാഹുവിന് കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ രീതി അതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിൽ വലിയ പ്രാമുഖ്യം കൊടുത്തത്. മക്കയിൽ ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതാണ്. മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ മലക്കിനെ, ജിന്നുകളെ, അതേപോലെ തന്നെ അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, വൃക്ഷങ്ങളെ, കല്ലുകളെ എല്ലാം ആരാധിക്കുന്നവരുണ്ടായി. ഇല്ല, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് അയച്ചു. നസ്വാറാക്കൾ താമസിക്കുന്ന, അഹ്ലു കിതാബ് താമസിക്കുന്ന സ്ഥലമാണ്. അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയകുൻ അവ്വലു മാ തദ്ഊഹും ഇലൈഹി ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹതയുള്ളത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള ഷഹാദത്തിലേക്കാണ് ഒന്നാമതായിട്ട് എന്ത് ചെയ്യേണ്ടത്, ക്ഷണിക്കേണ്ടത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് പറയുന്നത് ഞാൻ കേട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗബാധിതനാണ്. മരണത്തിന് 5 ദിവസം മുമ്പ് പറയുന്നത് ഞാൻ കേട്ടു. അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനു യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ്. നിങ്ങൾ അറിയണം, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ മസാജിദുകളാക്കിയിട്ടുണ്ട്, അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട്. അലാ ഫലാ തത്തഖിദൂ ഖുബൂറ മസാജിദ. നിങ്ങൾ അറിയണം, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കാൻ പാടില്ല. ഫഇന്നി അൻഹാകും അൻ ദാലിക്. ഞാൻ നിങ്ങൾ അതിനെ തൊട്ട് വിലക്കുകയാണ് എന്ന് മരണത്തിന് 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, ലമ്മാ നസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വന്നതായ സന്ദർഭം, തൗഫിഖ യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുക്കലുള്ള ഒരു തുണിക്കഷ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, മുഖത്തേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. ഫഇദ തമ്മ കശഫഹ. അത് മുഖേന ശ്വാസതടസ്സം ഉണ്ടാവും, എന്ത് ചെയ്യും, നീക്കം ചെയ്യും. ഖാല വഹുവ കദാലിക്. ഈ അവസ്ഥയിൽ മലക്കുൽ മൗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിയിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ. ജൂത നസ്വാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി എന്നാണ് പറയുന്നത്. അതിനാൽ അള്ളാഹുവിന്റെ ശാപം അവരുടെ മേൽ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇത് ഈ ഉമ്മത്തിന് ഒരു തഹദീറാണ്, ഒരു മുന്നറിയിപ്പാണ്. ഇവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. വലൗലാ ദാലിക ഉബ്രിസ ഖബ്റുഹു ഗൈറ അന്നഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചില്ലായിരുന്നു, നബിയുടെ ഖബറിനെയും ഈ രീതിയിൽ അവർ മസ്ജിദുകളാക്കി മാറ്റും എന്ന് പേടിച്ചിട്ടില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എന്ത് ചെയ്യുമായിരുന്നു, പുറത്താകുമായിരുന്നു, അത് പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന സമയത്തും ഇത് തന്നെ പറയുകയാണ്. കാരണം ഈ ദഅവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആളുകൾ ഈ ഖബറുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശിർക്ക് കൊണ്ടുവന്നേക്കാം. ഇബാദത്ത് അതിന്റെ മേൽ അർപ്പിക്കുന്നതായ, അതിൽ ഇതിപ്പോ പറഞ്ഞത് ശിർക്കായ കാര്യമല്ല. ഖബറുകളുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ശിർക്കാണോ? ശിർക്കല്ല. പക്ഷെ അത് ശിർക്കിലേക്ക് നയിക്കാവുന്ന കാര്യമാണ്. അക്കാരണത്താലാണ് ജൂത നസാറാക്കൾ അള്ളാഹു ചെയ്തത്, ശപിച്ചത്. ഇത് അത് പോയി അവിടെ എത്തി നോക്ക്. ഈ പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമീന്റെ സ്ഥാപകനായ ഹസനുൽ ബന്ന ഓരോ വെള്ളിയാഴ്ച എന്തുമായിരുന്നു, അവിടെയുള്ള ശിർക്ക് നടമാടിക്കൊണ്ടിരിക്കുന്ന പല മക്ബറുകളിലും അദ്ദേഹം പോകുമായിരുന്നു. അവിടെ രാത്രികളിൽ കഴിഞ്ഞുകൂട്ടുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുസ്തർ വിജയിച്ചടക്കിയപ്പോൾ ഹുർമുസാൻ രാജാവിന്റെ ബൈത്തുൽ മാലിൽ ഒരു മനുഷ്യന്റെ ജഡം കിടക്കുകയാണ്. ജീർണിക്കാത്ത ജഡമാണ്. അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് ഒരു ഏടിരിപ്പുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഉമർ റളിയല്ലാഹു അൻഹു പറയപ്പെട്ടു. അപ്പോ എന്ത് ചെയ്തു? ഇവരെ എങ്ങനെ സംസ്കരിക്കണം? ഈ ഫിത്ന, വലിയ ഫിത്ന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പകൽ സമയത്ത് 13 ഖബറുകൾ ഉണ്ടാക്കി. എന്നിട്ട് രാത്രിയിൽ എന്ത് ചെയ്തു? ഈ ജഡം എന്ത് ചെയ്തു? അതിൽ ഖബറടക്കുകയും എല്ലാ ഖബറുകളും എന്ത് ചെയ്തു? ഒരേപോലെ നിരപ്പാക്കുകയും ചെയ്തു. ആളുകൾ എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്? ഈ ഖബറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരാധനകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട ശിർക്കുകൾ ഈ ഉമ്മത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഗ്രത പാലിക്കുകയാണ്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ അലി റളിയല്ലാഹു അൻഹു റബ്ബാണെന്ന് പറഞ്ഞു. അങ്ങാണ് ഞങ്ങൾ സൃഷ്ടിച്ചത്, അങ്ങാണ് ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നത് എന്ന് വാദിച്ചിരിക്കുന്ന ആളുകളെ അലി റളിയല്ലാഹു അൻഹു വലിയ ഒരു തീപ്പുണ്ടാരം ഉണ്ടാക്കി അതിലിട്ട് കരിച്ചു കളയുകയാണ് ചെയ്തത്. കരിച്ചതുമായി ബന്ധപ്പെട്ട് സ്വഹാബികൾക്ക് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരെ കൊന്നുകളഞ്ഞതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ്. അപ്പോ തൗഹീദ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ് അർപ്പിക്കേണ്ടത്. ഇത് പഠിപ്പിക്കാൻ നബിയും സഹാബത്തും വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ഒരാൾ എന്ത് ചെയ്യുകയാണ്? ഇടക്കിടക്ക് വന്ന് ദുആ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ താങ്കൾക്ക് ഒരു ഹദീസ് പറഞ്ഞു തരാം. ലാ തത്തഖിദു ഖബ്രി ഈദൻ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലാ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകൾ ഖബറുകളുമാക്കാൻ പാടില്ല. നിങ്ങളുടെ വീടുകളിൽ ഇബാദത്തുകൾ നടക്കണം. അവിടെ മ്യൂസിക്കും പാട്ടും ഡാൻസും അല്ല നടക്കേണ്ടത്, അവിടെ ഇബാദത്തുകൾ നടക്കണം. എന്നാൽ ഖബറിടങ്ങളിൽ ഇബാദത്ത് പാടില്ല. അവരിടക്കിടക്കേ പോകുന്ന രീതി പാടില്ല. ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ സുന്നത്ത് തന്നെയാണ്, പക്ഷെ അതിന് ഈദാക്കി മാറ്റുക എന്നുള്ളത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിർക്ക് വരുന്ന ഏതെങ്കിലും കണികകൾ കണ്ട ഉടനെ എന്ത് ചെയ്യുമായിരുന്നു? അവരതിനെ തടുക്കുമായിരുന്നു. അതിന് വലിയ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് വരുന്നത് ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി കൊണ്ടാണ്. ഉറുമ്പരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കാണില്ല, എന്തോരം ഉറുമ്പുകൾ ഉണ്ടാവും ഈ ഭാഗത്ത് നടന്നു പോകുന്ന ഉറുമ്പുകൾ, നമ്മൾ അറിയില്ല. അതിനേക്കാൾ ഗോപ്യമായിട്ട് ശിർക്ക് വരും എന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നബിയും സഹാബത്തും എല്ലാം വലിയ ജാഗ്രത പാലിച്ചിരുന്നു. എന്നാൽ ഇഖ്വാനികളുടെ അടുക്കലേക്ക് വരുമ്പോൾ അത് നേരെ തലതിരിയുകയാണ്. അബ്ദുള്ള അസ്സാം ഇഖ്വാനികളുടെ നേതാവാണ്. അദ്ദേഹം പറയുന്നു, ഇന്ന മൗദുഅ മുഹാറബത്തി ശിർക്കി അല്ലദീ നാദാ ബിഹിൽ ഉലമാഉ സ്സാബിഖൂൻ അംസാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ പോലുള്ള മുൻകഴിഞ്ഞിരിക്കുന്ന ഉലമാക്കൾ അവർ ഏതൊരു ശിർക്കിനെതിരെയായിരുന്നു യുദ്ധം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ട വിഷയം, അതായത് ഫി ഇബാദത്തിൽ ഔസാനി, വിഗ്രഹങ്ങൾക്ക് നൽകുന്ന ഇബാദത്തുകൾ, വത്തമസ്സുഹി ബിൽ ഖുബൂർ, ഖബറുകളെ തൊട്ടുമുത്തുകയും അതിനെ തവാഫ് ചെയ്യുകയും ചെയ്തതുപോലുള്ളത്. ഖദിൻതഹ, ആ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യേണ്ടതില്ല, അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല, അതിന് നമ്മൾ എതിർക്കേണ്ടതില്ല, അത് അവസാനിച്ചിരിക്കുകയാണ്. വഹല്ല മഹല്ലഹു ശിർകും മിൻ നൗഇൻ ആഖർ, വേറൊരു ശിർക്ക് എന്ത് ചെയ്തിരിക്കുന്നു, വേറൊരു ഇനം ശിർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. വഹുവ ശിർകുൽ ഹുക്മി ബിശരീഅത്തിൽ ബശർ, മനുഷ്യരുടെ നിയമങ്ങൾ കൊണ്ട് വിധി പറയുക എന്നുള്ളതാണ് ശിർക്കാണത്. വതർക്കു ശരീഅത്തില്ല, അല്ലാഹുവിന്റെ ശരീഅത്തിനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതുമാണ് ആ ശിർക്ക്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ വരെയും ജാഗ്രത പാലിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന തൗഹീദ് നിങ്ങൾ പറയേണ്ടതില്ല, അതുമായി ബന്ധപ്പെട്ട ജിഹാദിൽ നിങ്ങൾ ഏർപ്പെടേണ്ടതില്ല, അതിന് പകരം എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ചില ശിർക്കുകൾ വന്നിട്ടുണ്ട് എന്നാണ്. ഇത് പറയുമ്പോൾ ഇവരുടെ നേതാക്കന്മാരടക്കം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ശിർക്കുകൾ നടമാടുന്നതായ മഖബറുകളിൽ സന്ദർശിക്കുന്നവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്ത ആളുകളുണ്ട് അവരിൽ. അതിനോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരിത് പറയുന്നത്. അതേപോലെ തന്നെ ഉമർ തിൽമസാനി ഇഖ്വാനുൽ മുസ്ലിമൂന്റെ മൂന്നാമത്തെ മുർഷിദുൽ ആമാണ്. അദ്ദേഹം പറയുന്നു, ഫലാ ദാഇയ ലിത്തശദ്ദുദി ഫി നകീരി അലാ മൻ യഅതഖിദു ഫി കറാമത്തിൽ ഔലിയ, ഔലിയാക്കളുടെ കറാമത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് നാം അവരെ ഇൻകാർ ചെയ്യുന്നതിൽ, എതിർക്കുന്നതിൽ കാഠിന്യം കാണിക്കേണ്ടതില്ല. ഔലിയാക്കളുടെ കറാമത്ത് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസ് സുന്ന. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, അതിനെതിർക്കേണ്ടതില്ല. അപ്പൊ ഔലിയാക്കളുടെ കറാമത്തുകളെ വിശ്വസിക്കുന്ന ആളുകളെ അവരെ എതിർക്കുന്നതിൽ നാം ശുദ്ധത കാണിക്കേണ്ടതില്ല, കാഠിന്യം കാണിക്കേണ്ടതില്ല.
ഔലിയാക്കന്മാരുടെ കറാമത്തിൽ വിശ്വസിക്കുന്നത് തെറ്റായ കാര്യമല്ല. അതിനുശേഷം പറയുന്നു, നോക്കിയോ, അവരുടെ പരിശുദ്ധമായ ഖബറുകളിൽ അഭയം തേടുന്ന ആളുകളെയും, അത് പാടില്ലാത്ത കാര്യമാണ്. അഭയം തേടേണ്ടത് അള്ളാഹുവിനോടാണ്. അവരുടെ ഖബറിൽ, പരിശുദ്ധമായ ഖബറിൽ അഭയം തേടുന്ന ആളുകളെ എന്ത് ചെയ്യുന്നതില്ല, എതിർക്കേണ്ടതില്ല. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക, ഇതിനെ എതിർക്കേണ്ടതില്ല എന്ന് ഇവരുടെ അൽ മുർഷിദുൽ ആം അസാലിൻ, മൂന്നാമത്തെ മുർഷിദുൽ ആമാണ്, അദ്ദേഹം പറയുകയാണ്. ഇത് സൂഡാനിലെ അവരുടെ നേതാവ് തുറാബി പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നഹും യഹ്തമൂന ബിൽ ഉമൂരിൽ അഖായിദിയ്യ, അവർ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ തന്നെ വശിർക്കിൽ ഖുബൂർ, ഖബറുമായി ബന്ധപ്പെട്ട ഷിർക്കുകൾക്കാണ്. വലാ യഹ്തമൂന ബിശ്ശിർക്കി സിയാസി, പൊളിറ്റിക്കൽ ഷിർക്കിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഫല്ലതുർക്ക് ഹൗലാഇൽ ഖുബൂരിയ്യീന യതൂഫൂന ഹൗല ഖുബൂരിഹിം, ഖുബൂരിയങ്ങളെ നമുക്ക് വിട്ടേക്കാം, അവരവരുടെ ഖബറുകളിൽ തവാഫ് ചെയ്തുകൊണ്ട് നടന്നോട്ടെ, നമുക്കത് പ്രശ്നമല്ല, കുഴപ്പമൊന്നുമില്ല. ഹത്താ നസുല ഇലാ ഖുബ്ബത്തിൽ ബർലമാൻ, നമുക്ക് പാർലമെന്റ് എന്ത് ചെയ്താൽ മതി, കീഴ്പ്പെടുത്തിയാൽ മതി. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അധികാരം നേടുക എന്നുള്ളതാണ്, ആളുകളെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവേളയിൽ കിടന്നുകൊണ്ട് ജാഗ്രത നൽകിയിരിക്കുന്ന ഷിർക്കിനെ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തലല്ല, അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. നമുക്ക് ആദ്യം അധികാരം കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുകയാണ്. അതിനുശേഷം ഇത് ഈ പറയുന്ന നേതാക്കന്മാര് അപ്പോൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ പിഴവ് അവരിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് അഹ്ലുസുന്ന ധാരാളമായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ ഈ രീതി വിലപ്പോയില്ല നമുക്ക് മനസ്സിലായി. ഇവരുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ അതൊരു വിലങ്ങാണ്. ഇവർ ഈ രീതിയിൽ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല എങ്കിൽ, ഷിർക്കിനെ എതിർത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ അടുപ്പിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് അഹ്ലുസുന്ന ധാരാളമായി താമസിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിൽ പുതിയ ഒരു തന്ത്രം ഇവർ മെനഞ്ഞു. അങ്ങനെയാണ് സുറൂരിയത്ത് രൂപം കൊണ്ടത്. അതായത് ഷിർക്കിനെ സംബന്ധിച്ച് അത് ശക്തമായി സംസാരിക്കും, ഇൽമുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം കൊടുക്കും, അതിന് നല്ല രീതിയിൽ അവർ സംസാരിക്കും, തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും, അതിനെ പ്രകടിപ്പിക്കും, അവർ സംസാരിക്കും. അവരുടെ ബാഹ്യമായ കാര്യങ്ങളിൽ, ഇടപാടുകളിൽ തൗഹീദും സുന്നത്തും ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. അതിനു കൂടെ അവരെന്ത് ചെയ്യും, അപകടം പിടിച്ചിരിക്കുന്ന അവരുടെ അസ്ല്, അതായത് ഹാക്കിമീങ്ങൾക്കെതിരിൽ, മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ ഏറ്റവും നികൃഷ്ടമായ പദങ്ങൾ പ്രയോഗിക്കുകയും അവരുടെ മേൽ ജനങ്ങളെ ഇളക്കി വിടുകയും അവിടെ വിപ്ലവം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി പിൽക്കാലത്ത് എന്ത് ചെയ്തു, അഹ്ലുസുന്നയുടെ ആളുകൾ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇൽമുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമായിട്ടായിരിക്കും അവർ വരുന്നത്. ഞങ്ങൾ സലഫികളാണെന്ന് പറഞ്ഞിട്ട് വരും ചില ആളുകൾ. ഷിർക്കിൽ നിന്നും അതേപോലെ ബിദ്അത്തുകളിൽ നിന്നും എല്ലാം രാജിവെച്ച് സലഫികളാണെന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും, അതിന് പ്രാധാന്യം കൊടുക്കും. പക്ഷേ കൂടെ തന്നെ എന്ത് ചെയ്യും, മുസ്ലിം ഭരണാധികാരികളോടും മുസ്ലിം രാഷ്ട്രങ്ങളോടും വെറുപ്പ് വെച്ച് പുലർത്തുകയും അവിടെ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. അഹ്ലുസുന്നയുടെ ഉസൂലിൽ തെറ്റിയിരിക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. ഇത് അബ്ദുല്ലാഹി ബിൻ സബഅ ഇസ്ലാമിക ലോകത്ത് ഇട്ടിരിക്കുന്ന ഒരു വിത്താണ്. ആദ്യമായി മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കാൻ, ആളുകളെ ഇളക്കിവിടാൻ വേണ്ടിയിട്ട് പണിയെടുത്തയാൾ അബ്ദുല്ലാഹി ബിൻ സബഅ ആണ്. ഇസ്ലാം മുസ്ലിമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് കടന്നു വരികയും രംഗപ്രവേശനം ചെയ്യുകയും അദ്ദേഹം റാഫിദിയാക്കളുടെ വിത്ത് പാകിയത് ഷീഇകൾ നിർമ്മിച്ചെടുത്ത അദ്ദേഹമാണ്. അതേപോലെ തന്നെ ഖവാരിജിയാക്കൾ നിർമ്മിച്ചെടുത്തതും എന്താണ്, ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വാക്യം ഇബ്നു ജരീർ അദ്ദേഹത്തിന്റെ താരീഖിൽ ഉദ്ധരിക്കുന്ന പ്രകാരമാണ്: ഇബ്ദഉ ബിത്തഅനി അലാ ഉമറായിക്കും, നിങ്ങളുടെ ഭരണകർത്താക്കൾക്കെതിരെയുള്ള സംസാരം ചെയ്യുക, നിങ്ങൾ പ്രചരിപ്പിക്കുക, അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുക. ജനങ്ങളിടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യുക, ഭരണകർത്താക്കളെ കുറിച്ച് കുറ്റം പറയുക, അവരാക്ഷേപിക്കുക. എന്നിട്ട് അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എല്ലാം പരസ്യമായിട്ട് ചെയ്യുക. ഭരണാധികാരികൾ എന്തെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടോ അതിന് പരസ്യമായിട്ട് തന്നെ എതിർക്കുക. ഇങ്ങനെയുള്ള
വാദവുമായിട്ട് അദ്ദേഹം വന്നു. അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ മനസ്സ് ആകർഷിപ്പിക്കുകയും അവരെ ഈ ആശയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു. ഇതാണ് ഇവരുടെ നേതാവ്. ഒന്നാമത്തെ ഈ വിഷയത്തിലുള്ള നേതൃത്വം അബ്ദുല്ലാഹ് ഇബ്നു സബഈനാണ്. ഭരണകൂടങ്ങൾക്കെതിരെ സംസാരിക്കുക, ജനങ്ങളെ ഭരണകർത്താക്കൾക്കെതിരെ തിരിച്ചുവിടുക എന്നുള്ളത് ഇത് അഹ്ലുസുന്നയുടെ അഖീദക്ക് നേർവിപരീതമാണ്. അഹ്ലുസുന്ന മുസ്ലിം ഭരണാധികാരികളെ നിർബന്ധമായും അനുസരിച്ചിരിക്കണം, കേട്ടിരിക്കണം, അനുസരിച്ചിരിക്കണം. ഏത് കാര്യത്തിൽ? നന്മയുടെ കാര്യത്തിൽ. നന്മയാണ് അവർ കൽപ്പിക്കുന്നത് എങ്കിൽ അത് കേൾക്കലും അനുസരിക്കലും നിർബന്ധമാണ്. അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസലാണത്. ഇത്തിഫാഖാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്ക് ആ വിഷയത്തിൽ. അതേപോലെ തന്നെ അവർക്കെതിരിൽ വിപ്ലവം നയിക്കാതിരിക്കുക എന്നുള്ളത് അതും അഹ്ലുസുന്നയുടെ അസുലിൽപ്പെട്ടതാണ്, നിഷിദ്ധമാണ് എന്നുള്ളതാണ്. ഹറാമാണ് മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ളത്. ഇത് പാടില്ലാത്ത കാര്യമാണ്. ഈ രണ്ട് കാര്യത്തിലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? അഹ്ലുസുന്നയുടെ അസുലിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന ഈ അസുലിനെ കൊണ്ടുവന്നത് എവിടെ നിന്നാണ്? പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. അല്ലാഹു തആല പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അല്ലയോ വിശ്വാസികളെ, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, നിങ്ങളുടെ ഭരണകർത്താക്കളെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അനുസരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അലൽ മർഇൽ മുസ്ലിമി അസ്സമഉ വത്വാഅ. ഒരു മുസ്ലിമിന്റെ മേൽ ഭരണകർത്താക്കളെ കേൾക്കലും അനുസരിക്കലും നിർബന്ധമാണ്. ഫീമാ അഹബ്ബ വകരിഹ, അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിലും വെറുക്കുന്ന കാര്യമാണെങ്കിലും. ഇല്ല അൻ യുഅ്മറ ബിമാസിയ, മാസിയത്ത് കൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഒഴികെ. മാസിയത്ത് കൽപ്പിച്ചാൽ ആ മാസിയത്ത് എന്ത് ചെയ്യേണ്ടതില്ല. ഫഇൻ ഉമിറ ബിമാസിയത്തിൻ, തിന്മയാണ് കൽപ്പിക്കുന്നത് എങ്കിൽ ഫലാ സമഅ വലാ ത്വഅ, അവിടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതില്ല എന്ന് കരുതിയിട്ട് അവർക്കെതിരെ പുറപ്പെടാമെന്നല്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാറു അഇമ്മത്തികുമുല്ലദീന, നിങ്ങളുടെ അയിമ്മത്തുകളിൽ ഏറ്റവും നല്ല ആളുകൾ, തുഹിബ്ബൂനഹും വയുഹിബ്ബൂനകും, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെയും സ്നേഹിക്കുന്നു. വതുസല്ലൂന അലൈഹിം വയുസല്ലൂന അലൈക്കും, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. വശിറാറു അഇമ്മത്തികുമുല്ലദീന തുബ്ഗിദൂനഹും വയുബ്ഗിദൂനകും, ഏറ്റവും മോശപ്പെട്ട നേതാക്കന്മാരെന്നാൽ നിങ്ങൾ അവരെ വെറുക്കുന്നു, അവർ നിങ്ങളെയും വെറുക്കുന്നു. വതുൽഇനൂനഹും വയുൽഇനൂനകും, നിങ്ങൾ അവരെ ശപിക്കുന്നു, അവർ നിങ്ങളെയും ശപിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നുനാബിദുഹും ഇൻദ ദാലിക്, അവർ ഞങ്ങളെ ശപിക്കുമ്പോൾ, ഞങ്ങൾ അവർ ശപിക്കുമ്പോൾ, അവർ മോശക്കാരായി മാറുമ്പോൾ അവരുമായുള്ള ബൈഅത്ത് ഞങ്ങൾക്ക് പിൻവലിക്കാമോ? അവർക്കെതിരെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുമോ? അവർക്കെതിരെ പുറപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ മാ ഖാമു ഫീകുമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നുണ്ട് എങ്കിൽ, ലാ മാ ഖാമു ഫീകുമുസ്സലാ, അവർ നിങ്ങളിൽ നമസ്കാരം നിലനിർത്തുന്നുണ്ട് എങ്കിൽ, അവർ എത്ര മോശപ്പെട്ട ആളുകളാകട്ടെ, നിങ്ങൾ അവർക്കെതിരിൽ തിരിയാൻ പാടില്ല. അലാ മൻ വലിയ അലൈഹി വാലിൻ ഫറആഹു യഅതി ശൈഉൻ മിൻ മഅസിയത്തില്ലാ, നിങ്ങൾ അറിയണം, ഒരാളുടെ മേൽ അധികാരം ഏറ്റെടുത്തു, എന്നിട്ട് അവൻ എന്തെങ്കിലും മോശത്തരങ്ങൾ കൊണ്ടുവന്നാൽ, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നാൽ, ഫൽയക്റഹ് മാ യഅതി മിൻ മഅസിയത്തില്ലാ, അവർ കൊണ്ടുവന്നിരിക്കുന്ന അള്ളാഹുവിനോട് ധിക്കാരപരമായ സ്വീകരിക്കുന്ന നടപടിയെ നിങ്ങൾ വെറുത്തോ. പക്ഷെ വലാ യൻസിഅന്ന യദം മിൻ ത്വഅത്തിൻ, അവർക്കുള്ള അനുസരണത്തിൽ നിന്ന് നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ കൈവലിക്കാൻ പാടില്ല, ബൈഅത്ത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ അമീറായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് തുടർന്ന് അതിന്റെ ബാക്കി ഭാഗം നമസ്കാരത്തിന് ശേഷം സംസാരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്.